നമ്മളെ ചാത്തന്നൂർ നാട്ടിൽ കാടില്ലെന്നാരാ പറഞ്ഞ? കാട് ഉണ്ടാ? കാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാടുണ്ട് ഉണ്ടോ? ദേശീയപാത തന്നെ നമ്മളെ കനാലിൽ കാരങ്കോട് വാർഡിൽ കാടുണ്ട്. വലിയ കാടാണ്, ചെറിയ കാടൊന്നുമല്ല, വലിയ കാടാണ്. ഈ കാട്ടിൽ മാലിന്യമൊക്കെ തള്ളുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, നമ്മളെ നാട്ടിലെ ജനങ്ങളുടെ ഒരു വലിയ പാരമ്പര്യമല്ലേ മാലിന്യം. കുറ്റിക്കാട് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ മാലിന്യം തള്ളും. സൂപ്പർ കാട്, വളർന്ന് പന്തലിച്ച് കിടക്കുന്ന കാട്. ഇവിടെ മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമാണെന്ന് പറയുന്ന ബോർഡൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടോ? ഇതാണ് കാട്. നമ്മൾ കാട് കണ്ടില്ലെന്നൊന്നും നീ ആരും പറയരുത്. ഈ ചാത്തന്നൂർക്കാർ നമ്മളെ ഓൺലൈൻ ന്യൂസുകളുടെ മാലിന്യമൊക്കെ നല്ല സൂപ്പറായിട്ട് തള്ളിയിട്ടുണ്ട്. കണ്ടോ? ഇതാണ് നമ്മളെ നാടെന്ന് പറയുന്നത്. വലിയ വൃക്ഷങ്ങളൊക്കെ അത് വളർന്ന് പന്തലിച്ച് ഇങ്ങനെ കാട് പിടിച്ച്. ഇതിനിടയ്ക്ക് നമ്മൾ സൂപ്പർ സാധനമൊക്കെ ഉണ്ട്. ഇപ്പോൾ രാജവമ്പാലയും അണലിയും മറ്റേ സാധനം ഉണ്ടല്ലേ, മലമ്പാമ്പ്, പെരുമ്പാമ്പിനെയൊക്കെ കാണണമെങ്കിൽ ഇതിൻ്റെ രാത്രി ഇതിലേക്ക് പോയാൽ മതി. പിന്നെ കപ്പയ്ക്ക വളർന്ന് ഇപ്പോൾ ഉണ്ട്. ആർക്കെങ്കിലും കപ്പയ്ക്കൊക്കെ വേണമെങ്കിൽ വന്ന് പിച്ചാൻ കേട്ടാ, കുഴപ്പമൊന്നുമില്ല. കാട്ടിൽ കൂടെ കയറിപ്പോയി പിച്ചണമെന്നേ ഉള്ളൂ, അല്ലാതെ ഇവിടെ നിന്ന് പോയി എന്നൊക്കെ പിച്ചാൻ പറ്റത്തില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ വാഴയൊക്കെ നിൽപ്പുണ്ട്. നല്ല വാഴയൊക്കെ വെട്ടി കൊലക്കാറായ വാഴ ഇപ്പുണ്ട്. പിന്നെ ഇടയ്ക്ക് കാട്ടിൻ്റെ ഇടയ്ക്കാണ്, കനാലാണ് നമ്മളെ KIPയുടെ. പിന്നെ വേസ്റ്റൊക്കെ ഉണ്ടാ ഇങ്ങനെ കൊണ്ടിടും മനുഷ്യർ. ചാത്തന്നൂർക്കാർ നല്ല സ്വഭാവമുള്ള ആൾക്കാരായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് കാടാണ്, നല്ല സൂപ്പർ കാട്. ഇത് വഴി കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇരു സൈഡുകളിലും പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ പോകുന്ന ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം, നല്ല അടിപൊളി മണം. അതാണ്ട് ഇതേണ്ട എന്തോത്തിൻ്റെ വേസ്റ്റാണോ എല്ലാം ഉണ്ട്. കണ്ടോ? അപ്പം അത് കൊണ്ട് തട്ടിയതാണ്, അതിൻ്റെ പെട്ടി സഹിതമുണ്ട്. അപ്പം പഴത്തിൻ്റെയൊക്കെ വേസ്റ്റാണ്. അത് സൂപ്പിട്ട് കുടിക്കാൻ ആർക്കും അറിയത്തുണ്ടോ? ഇങ്ങനെ കടയാണ് ഇത്. നമ്മളെ താഴോട്ട് കനാലിൻ്റെ സൈഡ് വഴി നമ്മളെ ഒരു അഡ്മിൻ്റെ വീട് അപ്പുറത്താണ്. അജിൻ്റെ വീട് അതിൻ്റെ അപ്പുറത്തുണ്ട്. റിയയുടെ വീട് അപ്പുറത്തുണ്ട്. പക്ഷേ റിയയുടെ വീട് കാണാൻ പറ്റത്തില്ല. ഇതാണ് കാട്, നല്ല സൂപ്പർ കാട്. പ്രകൃതിയൊക്കെ വൈകുന്നേരം എല്ലാവർക്കും നടന്നൊക്കെ വരാൻ കേട്ടോ. ഇതിങ്ങനെ നടന്നങ്ങ് താഴെ വരെ പോകും. കാട് ആണ് പടർന്ന് പന്തലിച്ച് നടക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ഇതിൽ സമ്മതിച്ചു കൊടുക്കണം. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പഴയ വൈസ് പ്രസിഡൻ്റാണ്. നല്ല രീതിയിൽ സമ്മതിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു കാടൊക്കെ വളർത്തിയിട്ട് ജനങ്ങളെ നല്ല രീതിയിൽ ഇതൊക്കെ സാധിച്ചതിന് നല്ല രീതിയിൽ സാധിച്ചതിന് സമ്മതിച്ചു കൊടുക്കണം. മനസ്സിലായ? അതാണ് നമ്മൾ നല്ല രീതിയിൽ കാടൊക്കെ വളർത്തിയിട്ടേക്കുന്ന ഇതിന് സമ്മതിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിന്ന് കാടൊക്കെ കണ്ട് അല്ലേ, ചാത്തന്നൂർ ന്യൂസിൽ കുറേ നാളായിട്ട് ഈ കാടൊക്കെ കണ്ട്. ഇന്ന് കാടൊക്കെ കണ്ടപ്പം കാടൊക്കെ എല്ലാവരും കാണണം. ഈ കാടൊക്കെ കണ്ടിട്ട് വേണം കഥ പറയാൻ. ഇവിടെ വീടുണ്ട് കേട്ടോ, ഇവിടെ ഒരു വീടുണ്ട്. കാടാണെങ്കിലും ഈ കാടിൻ്റെ നടുക്കകത്തോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്നാണ് നമുക്കറിയാൻ പറ്റാത്തത്. ഇഴജന്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനൊന്നും വല്ലതും പറയണോ? നീ എന്താ പറയണ്ട? അപ്പം കാടൊക്കെ എല്ലാവരും കണ്ട്. ഇനി അങ്ങോട്ടും കാടുകളാണ്, അപ്പുറത്ത് വീടൊക്കെ ഉണ്ട്. വഴി കാടിൻ്റെ നടുക്കൂടെയുള്ള ഒരു ചെറിയ കോൺക്രീറ്റ് വഴി. ഇനി കൂടുതലൊന്നും സംസാരിക്കാമല്ല, അല്ലെ ജനങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പം പിന്നെ ചാത്തന്നൂർക്കാരെ, നമ്മൾ ചാത്തന്നൂർ പഞ്ചായത്തിലെ കാരങ്കോട് വാർഡിൻ്റെ കനാൽ, KIPയുടെ കനാലിൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കട്ടെ. എന്തെങ്കിലും ഇവിടെ ഏതെങ്കിലും പന്നിയൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. കാട്ടുപന്നിയും പിന്നെ മുള്ളൻ പന്നിയൊക്കെ, പെരുമ്പാമ്പ്, മലമ്പാമ്പിനെയൊക്കെ കാണുന്നുണ്ട് ജനങ്ങൾ. അപ്പം ജനങ്ങൾ പ്രതികരിക്കണം. ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തും അതിൻ്റെ ഇവിടുത്തെ മെമ്പറും ഇനിയും നമ്മൾ ജയിപ്പിച്ചിടണം. കാരണം ഇത്രയും പ്രകൃതി സുന്ദരമായ ഒരു കാടൊക്കെ ഉണ്ടാക്കിയവരെ ജയിപ്പിക്കണ്ടേ നമുക്ക്? ജനകീയ ഹോട്ടലിലൂടെ 20 രൂപയ്ക്ക് ഫുഡ് നൽകിയ ചാത്തന്നൂർ പഞ്ചായത്ത് 4 വർഷമാണ് ജനകീയ ഹോട്ടലിലൂടെ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് ഫുഡ് നൽകിയത് 20 രൂപയ്ക്ക്. നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ശരി, നമസ്തേ.